2026 മാർച്ച് 17 കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരം നേടിയത് ആരെല്ലാമാണ്? ആരൊക്കെയാണ്? റോജർ ബിന്നി, റോജർ ബിന്നി, രാഹുൽ ദ്രാവിഡ്, മിതാലി രാജ്. അപ്പം ആ 3 പേര് ആരൊക്കെയാണ്? റോജർ ബിന്നി, രാഹുൽ ദ്രാവിഡ്, പിന്നെ മിതാലി രാജ്. ഇവർ 3 പേരുമാണ് സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരം നേടിയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രകടനത്തിനുള്ള പോളി ഉംറിഗർ പുരസ്കാരം ലഭിച്ചത്. പുരുഷ വിഭാഗം ആരാണ് ആ പുരസ്കാരത്തിന് അർഹനായത്? ശുഭ്മൻ ഗിൽ ആണ്. ശുഭ്മൻ ഗിൽ ആണ് കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രകടനത്തിനുള്ള പോളി ഉംറിഗർ പുരസ്കാരം ലഭിച്ചത്. ഏത് വിഭാഗം? പുരുഷ വിഭാഗം. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ശുഭ്മൻ ഗിൽ എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ വനിതകളിലെ പോളി ഉംറിഗർ പുരസ്കാരം ലഭിച്ചത് ആരായിരിക്കും? സ്മൃതി മന്ഥന. സ്മൃതി മന്ഥനയാണ് വനിതകളിലെ പോളി ഉംറിഗർ അവാർഡ് ലഭിച്ചത്. ഓക്കെ, അപ്പൊ പേര് എന്താണ്? സ്മൃതി മന്ഥന. ഒന്നും കൂടി നമുക്ക് പറയാം, മറക്കരുത്. എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകണം, പിന്നെ റിപ്പീറ്റ് കേൾക്കാൻ ഇടവരരുത്. ഓക്കെ, അപ്പം ആദ്യം എന്തായിരുന്നു? സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരം ലഭിച്ചത് 3 പേര്. എന്തൊക്കെയായിരുന്നു? റോജർ ബിന്നി, രാഹുൽ ദ്രാവിഡ്, മിതാലി രാജ്. ഇനി പിന്നെ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രകടനത്തിനുള്ള പോളി ഉംറിഗർ പുരസ്കാരം ലഭിച്ച പുരുഷ വിഭാഗത്തിലെ ആരാണ്? ശുഭ്മൻ ഗില്ലാണ്. വനിതകളിലെ ആരാണ്? സ്മൃതി മന്ഥന. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ആരാണ്? എൻ പ്രഭാകരൻ. എൻ പ്രഭാകരനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത്. പുരസ്കാരം ലഭിച്ച നോവലിന്റെ പേരെന്താണ്? അറിയാമോ ആർക്കെങ്കിലും? എന്താണ് നോവലിന്റെ പേരെന്ന്? മായാ മനുഷ്യർ. മായാ മനുഷ്യർ എന്നാണ് എൻ പ്രഭാകരൻ എഴുതിയ നോവലിന്റെ പേര്. അദ്ദേഹത്തിന് എന്താ കിട്ടിയത്? ലഭിച്ചത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. പേര് ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ, ഓർമ്മയുണ്ടോ? എൻ പ്രഭാകരൻ എന്നാണ്. നോവലിന്റെ പേരെന്താണ്? മായാ മനുഷ്യർ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മദ്രാസ് മ്യൂസിക് അക്കാദമി സംഗീത കലാനിധി പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ സംഗീത കലാനിധി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ ജയന്തി കുമരേഷ്. ഡോക്ടർ ജയന്തി കുമരേഷിനാണ് മദ്രാസ് മ്യൂസിക് അക്കാദമി സംഗീത കലാനിധി പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, മറക്കൽ. എന്താണ് അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഡോക്ടർ ജയന്തി കുമരേഷ്. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ. സംഗീത കല ആചാര്യ പുരസ്കാരത്തിന് അർഹനായതോ? സംഗീത കല ആചാര്യ പുരസ്കാരത്തിന് അർഹനായത് മൃദംഗ വിദ്വാനായിട്ടുള്ള തൃശൂർ സി നരേന്ദ്രനാണ്. അപ്പോൾ മൃദംഗ വിദ്വാൻ തൃശൂർ സി നരേന്ദ്രനാണ് സംഗീതകല ആചാര്യ പുരസ്കാരത്തിന് അർഹനായത്. ഇനി അടുത്തൊരെണ്ണം. നൃത്യകല ആചാര്യ പുരസ്കാരത്തിന് അർഹനായതോ? നൃത്യകല ആചാര്യ പുരസ്കാരം ഭരതനാട്യം കഥകളി കലാകാരൻ എ ജനാർദ്ദനൻ. ഭരതനാട്യം കഥകളി കലാകാരൻ എ ജനാർദ്ദനനാണ് നൃത്യകല ആചാര്യ പുരസ്കാരത്തിന് അർഹനായത്. ഇത്രയും മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ആദ്യ നോവൽ ഏതാണ്? മാതംഗലീല. മാതംഗലീല എന്നാണ് ആ നോവലിന്റെ പേര്. അത് എഴുതിയത് ആരാണ്? സന്തോഷ് ഏച്ചിക്കാനം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയും വിംഗ് കമാൻഡറുമായ രാകേഷ് ശർമ്മയ്ക്ക് സമഗ്ര സംഭാവനകളുടെ അംഗീകാരമായി ലഭിച്ച പുരസ്കാരം ഏതാണ്? അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരം പേരെന്താണ്?
വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരം. അപ്പം വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരമാണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയും വിംഗ് കമാൻഡറുമായ രാകേഷ് ശർമ്മയ്ക്ക് സമഗ്ര സംഭാവനകളുടെ അംഗീകാരമായി ലഭിച്ച പുരസ്കാരം. എന്താണ് ആ പുരസ്കാരത്തിന്റെ പേര്? വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ ആൺ പെൺ സ്വഭാവ സവിശേഷതകൾ, അതായത് അതിനൊരു പേരുണ്ട്, ഗൈനാൻഡ്രോമോർഫി. ഗൈനാൻഡ്രോമോർഫി അതെന്ന് വെച്ചാൽ ആൺ പെൺ സ്വഭാവ സവിശേഷതകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പേരാണ്. അപ്പം അടുത്തിടെ ആൺ പെൺ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്ന ബെലകാർലി ഇനത്തിൽ, ഏത് ഇനത്തെയാണ്? ബെലകാർലി ഇനത്തിൽ പെട്ട ഞണ്ടിനെ കണ്ടെത്തിയത് എവിടെയാണ്? അങ്ങനെയുള്ള ഒരു ഞണ്ടിനെ കണ്ടെത്തിയത് എവിടെയാണ്? സൈലന്റ് വാലി. അപ്പോൾ സൈലന്റ് വാലിയിലാണ് ഈ അടുത്തിടെ ആൺ പെൺ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്ന, അതായത് ഗൈനാൻഡ്രോമോർഫിൻ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്ന ബെലകാർലി ഇനത്തിൽപ്പെട്ട ഞണ്ടിനെ കണ്ടെത്തിയത് എവിടെയാണ്? ബെലകാർലി ഇനത്തിൽപ്പെട്ട ഞണ്ടിനെ കണ്ടെത്തിയത് സൈലന്റ് വാലിയിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇതോടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് പഠിച്ചതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എല്ലാവരും ഉത്തരം അറിയുമെന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണ് ആ ക്വസ്റ്റ്യൻ. വനിതകളിലെ പോളി ഉംറിഗർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആർക്കായിരിക്കും ആ പോളി ഉംറിഗർ അവാർഡ് ലഭിച്ചത്? ഉത്തരം അറിയാമെങ്കിൽ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം. നന്ദി.